എന്തിനാ രണ്ടും കൂടി എന്റെ പുറകെ തൂങ്ങി കിടക്കുന്നത്? സാം പറഞ്ഞ അവന് ഡയലോഗ് കിട്ടിയില്ല. ഏജ് പറയണം അവൻ ഡയലോഗ് കിട്ടില്ല. സമയം ഞാൻ കൊണ്ടെത്തരാം ഡയലോഗ്. അതല്ലടാ, ഇപ്പം രാവണ ഒരു വെറുതെ ഇരിക്കല്ലേ, അപ്പം ഡയലോഗ് കുറച്ച് നേരത്തെ ഇട്ടിരുന്നെങ്കിൽ മനപ്പാടാക്കായിരുന്നു. അപ്പൊ സീനിൽ കിടന്ന് വെറുതെ തപ്പണ്ടല്ലോ. എടാ നിനക്ക് മലയാളത്തിലെ സ്വരാക്ഷരങ്ങളൊക്കെ അറിയില്ലേ? എനിക്കറിയാം. അപ്പൊ പക്ഷെ ഇവൻ അറിയാമെന്നറിയാം. അയ്യോ ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. അയ്യോ ഇപ്പൊ ഇവന്റെ റോഡ് പോയി കാണുമല്ലേ? ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എടാ നിനക്ക് ആ ഈ എന്നൊക്കെ പറയാൻ അറിയാലോ? അതറിയാം. ഓക്കെ, അത് മതി. ആ എടാ, നിനക്ക് കാര്യം മനസ്സിലായ? ഇതെന്തോ ഒരു മ്യൂസിക് ബേസ്ഡ് സബ്ജക്റ്റ് ആണ്. സാധകമൊക്കെ ചെയ്ത് വരായിരുന്നല്ലേ. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാ നീ തിരിഞ്ഞു നോക്കരുത്. പ്രമിത അവീനെ നോക്കണ്ട്. ആണോ? അപ്പൊ അവനോട് പറഞ്ഞാലോ? ഇപ്പൊ പറയണോ? പറയാം. അവി 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 എന്താടാ ഡയലോഗ് തരാടാ? അതല്ല, ആ പ്രമിതയ്ക്ക് നിന്റെ അടുത്തൊരു സോഫ്റ്റ് കോൺട്രോ കളിയാ. സോഫ്റ്റ് അല്ല, ഹാർഡാണ്. കുറച്ച് ഹാർഡാണ്. നിങ്ങളോട് പറഞ്ഞില്ല, സിംറ്റംസ് കാണിച്ചു. പണി പാളിയാ. പാളും. എന്റെ പൊന്നല്ലേ, നിനക്ക് മാത്രം എങ്ങനെയാണ് ഇത് ഇവിടുന്ന് വണ്ടി വിളിച്ചു വരും? മാങ്ങത്തിൽ മനുഷ്യന് ടെൻഷനായല്ല. ദൈവമേ, പണി എടുക്കുന്നിടത്ത് കൂടി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും മനുഷ്യന്റെ ഉള്ള കോൺസെൻട്രേഷൻ കൂടി പോകും. നിങ്ങൾ വന്നേ, മേക്കപ്പ് ഉണ്ട്. അപ്പൊ ഡയലോഗ് വാ ഇങ്ങോട്ട്. അതാണ് ഡയലോഗ്. അവൻ അക്ഷരമാല അറിയാൻ ചോദിച്ചപ്പോഴേ എനിക്ക് ചെറുതായിട്ടൊരു ഡൗട്ട് തോന്നിയതാ. നീ എന്നടാ പുള്ളിയെ പറഞ്ഞത് മ്യൂസിക് ബേസ് കഥയാണെന്ന്? എടാ അവിനാശേ, സാമദ്രോഹി. ബോയ്സ് റെഡി അല്ലേ? ടേക്ക് ഓഫ്. സ്റ്റാർട്ട് സൗണ്ട്. റോളിംഗ് സർ. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ്. ആക്ഷൻ.